ഹായ് ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ലക്ഷ്മി. എനിക്കൊരു പുതിയ യൂട്യൂബ് ചാനലുണ്ട്, സ്വപ്നക്കൂട്. ഞാനതിൽ ഇന്ന് തൊട്ട് എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്, എൻ്റെ ഫാമിലിയുടെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈനിലാണ്. അലൈൻ അബുദാബി എമിറേറ്റ്സിൽ വരുന്ന ഒരു സ്ഥലമാണ്, UAE-ൽ. അപ്പം സാധാരണ ഇപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്, റംസാൻ സമയമാണ്. അപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങണം എന്ന്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും ഒക്കെ അതിൽ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എന്നത്തെ എൻ്റെ വ്ളോഗെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈവനിങ് ടൈം ഉണ്ടല്ലോ, ആഫ്റ്റർ 7, അതായത് ഇപ്പോൾ ഇവിടെ റംസാൻ സമയം ആയതുകൊണ്ട് 6:30 നോയമ്പൊക്കെ ഓപ്പൺ ചെയ്തു. അപ്പം അതിനുശേഷം 7 മണിക്ക് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഡെയിലി ഞാനൊരു ഫിറ്റ്നസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പം എൻ്റെ വർക്കിംഗ് അവർ എന്ന് പറഞ്ഞാൽ 8 o'clock വരെയാണ്. അപ്പോൾ 8:30 to 9:30 ആണ് ഞാൻ ആ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് എൻ്റെ വർക്കിംഗ് അവർ 9 to 4 ആണ്. അപ്പം 4 മണിക്ക് വീട്ടിൽ വന്നിട്ട് 7:30 to 8:30 എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് ഫിറ്റ്നസ്സിൻ്റെ. അപ്പം അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ബൈ. അപ്പോൾ പോകുമ്പോൾ കാണാം. ഹായ്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം. ഇതാണ് ഫിറ്റ്നസ് ക്ലാസ്സിന് പോകുന്ന എൻ്റെ വേഷം. പോയിട്ട് വന്നിട്ട് കാണാം. 7:30 to 8:30 വന്നിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഡ്രോപ്പ് ചെയ്യും. ബൈ. ഞങ്ങൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലാണ്, വണ്ടി എടുക്കാൻ വന്നതാണ്. വന്നിട്ട് അതിൽ വണ്ടിയിൽ ആണ് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞേ. എടുക്കുന്ന വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പോരായ്മകൾ കാണും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനകത്തിൽ വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ റീൽസിൻ്റെ ഒരു പാട്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മളൊരു വീഡിയോ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വീഡിയോസിൽ വരുവാണെങ്കിൽ കമൻറ്റ്സ് ഇട്ട് നാറ്റിക്കരുത്. റോഡിലൊക്കെ തിരക്ക് വളരെ കുറവാണ്. കാരണം ഇപ്പം നോയമ്പ് തുറന്നിട്ടിപ്പം ഇത്ര സമയമായിട്ടുള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡിൽ ഭയങ്കര തിരക്കും, പിന്നെ സിഗ്നലിൽ പോലും ബ്ലോക്കായിരിക്കും. അപ്പം ഭയങ്കര ഫെസ്റ്റീവായിട്ടുള്ള ഒരു മന്താണ് ഈ ഒരു മാസം, റംസാൻ മാസം എന്ന് പറയുന്നത്. ഞാനിപ്പം ക്ലാസ് നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിറ്റ്നസ് ക്ലാസ് കഴിയാൻ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഹായ്, ഹലോ. ക്ലാസ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്. ഭയങ്കരമായിട്ട് ടയർഡാണ്. ഹസ്ബൻഡ് വിളിക്കാൻ വരില്ല, ഇനി ഞാൻ ബസ്സിന് കയറി വേണം പോവാൻ കേട്ടോ. ഭയങ്കര ടയർഡാണ്, കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടോ, നോയമ്പ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കും, പിന്നെ ഭയങ്കര തിരക്കാണ് റോഡ്. കാരണം ഡേ ടൈം ഫുള്ള് റോഡ് ഭയങ്കര ട്രാഫിക് ഇല്ല, ഭയങ്കര ശാന്തമായിരിക്കും. പക്ഷേ ഈ നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നോയമ്പ് സമയത്ത് ഇവിടെ ഭയങ്കര റഷാണ് റോഡിൽ. ഇനിയിപ്പോൾ വെളുപ്പങ്കാലം വരെ ഇങ്ങനെ ഭയങ്കര റഷാണ് റോഡിൽ. ഹായ്, തിരിച്ചു വന്നു. ഞാൻ ബസ്സിനാണ് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേർഡായി. കാരണം നടന്നു വേണമെങ്കിൽ വരാം നമുക്ക്. പക്ഷേ ഇത്ര എക്സസൈസ് ചെയ്തിട്ട് നടന്നു വരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒന്നാമത് ഞാൻ മടിച്ച്, പിന്നെ നടന്നും കൂടെ വരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം. ഇതുണ്ടോ, ഞാൻ വീട്ടിൽ പോവാം. ആ കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ താമസിക്കുന്നത്. ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പം പോവാണ്, വീട്ടിലോട്ട് പോവാം. ഇടയ്ക്ക് എനിക്കൊന്ന് ലുലു കയറണമെന്നുണ്ട്. മറ്റേ ഇപ്പോഴത്തെ ജ്യൂസ് ഉണ്ടല്ലോ, ABC ജ്യൂസ്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പം ബീട്രൂട്ടും ക്യാരറ്റും പിന്നെന്താ നെല്ലിക്ക. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കാം. നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴല്ലേ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ ബീട്രൂട്ട് ഇല്ല. അപ്പോൾ ബീട്രൂട്ട് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. ഇവിടെ ഇതുവരെ എനിക്ക് ലുലു പോകണ്ട, നാളെ നീളെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. ഞാൻ അങ്ങനെ എൻ്റെ ബിൽഡിങ്ങിലെത്തി.
ഇനിയിപ്പോൾ പോവാം. അപ്പോൾ ഇന്ന് നാളെ സൺഡേ ആണ്, ഇവിടെ ശരിക്കും വീക്കെൻഡാണ് എനിക്ക് നാളെ. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ അങ്ങനെ എൻ്റെ ബിൽഡിങ്ങിലെത്തി. ഇനിയിപ്പോൾ പോവാം. അപ്പോൾ ഇന്ന് നാളെ സൺഡേ ആണ്, ഇവിടെ ശരിക്കും വീക്കെൻഡാണ് എനിക്ക് നാളെ. അപ്പോൾ ഇന്ന് ശരിക്കും വീക്കെൻഡ് സമയത്തുണ്ടല്ലോ ഞങ്ങളൊരു ഫിലിം കാണും. അപ്പം ടി വി കാണാറില്ല അങ്ങനെ. പിന്നെ സൺഡേ എല്ലാവർക്കും ഓഫല്ലേ, മോൾക്ക് സ്കൂളിൽ പോകണ്ട, ഹസ്ബൻഡിന് പോകണ്ട, എനിക്ക് പോകണ്ട. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു ഫിലിം കാണും. അപ്പോൾ ഇന്നും ഫിലിം കാണും. മറ്റേ പുതിയൊരു പടമില്ല, ഐശ്വര്യലക്ഷ്മി, പുതിയ പടമല്ല, ഇന്നാണ് എനിക്ക് OTT കിട്ടിയത്. അപ്പം ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീനൊക്കെ കൂടെ ഹലോ മൈ ഡിയർ മമ്മി. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അത് കാണണം. അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഫ്രഷ് ആവും. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ലിഫ്റ്റ് കയറി, ഫസ്റ്റ് ഫ്ലോർ. യെസ് തക്കു, ഹായ്. എന്തെടുക്കുമായിരുന്നു? ഞാൻ പഠിക്കായിരുന്നു. എന്നാ പോയിരുന്നു പഠിച്ചു? ഹിന്ദി പഠിക്കായിരുന്നു. ശരി, പഠിച്ചിട്ട് നമുക്ക് ഫിലിം കാണാമേ. എന്ത് ഫിലിമാ? ഹലോ മൈ ഡിയർ മമ്മി. ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണേ. അവളുടെ അമ്മയും എൻ്റെ അമ്മയാണ് പഠിപ്പിക്കുന്നത് തക്കുനെ. അവളുടെ അമ്മയും അവളും കൂടി ഇരുന്ന് പഠിക്കുക. എന്നെ പഠിപ്പിച്ചത് അമ്മ തന്നെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു രീതി തന്നെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ തക്കു പഠിക്കുന്ന ഇപ്പോൾ? എല്ലാം പഠിച്ചു. ഏത് സബ്ജക്റ്റ് ഇപ്പോൾ പഠിക്കുന്നത്? ഹിന്ദി. അവൾ ഗ്രേഡ് 1 കയറും. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഏത് ലാംഗ്വേജ് എടുക്കണം, ഹിന്ദി എടുക്കണോ മലയാളം എടുക്കണോ എന്നുള്ള. ഫ്രഞ്ച്. അപ്പോൾ ഞങ്ങൾ ഹിന്ദിയാണ് എടുത്തത്. ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു അവളോട് ഹിന്ദി എടുക്കാൻ. അമ്മയാണ് അവളെ പഠിപ്പിക്കാറ്. ഞങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറൊന്നും സമയമില്ല. അവളെൻ്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മയാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയുള്ളപ്പോൾ ഞാനും അമ്മയും കുട്ടൻ ചേട്ടനും തക്കും കൂടി ഇരുന്ന് എല്ലാവരും കൂടെ ഒരു ഫിലിം കാണും. കാരണം ഞങ്ങൾക്കുള്ള ആപ്പാടുള്ളൊരു ഫാമിലി ടൈമാണ് സാറ്റർഡേ ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരുന്ന് ഞങ്ങൾ ഫിലിമോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്രഷ് ആകാൻ പോവാണ്. ഫ്രഷായിട്ട് വന്നിട്ട് കാണാം. ബൈ. ഹായ്. വന്ന് ഫ്രഷൊക്കെ ആയി. വൈകുന്നേരം ആർക്ക് ഫുഡൊന്നും വേണ്ട, കാരണം എല്ലാവരും ലേറ്റായിട്ടാണ് കഴിച്ചത്. ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് കഴിച്ചത്. മോൾക്ക് മാത്രം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതാണ് ബാൽക്കണി വ്യൂ ആണ്. ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്ന, അലയിൽ. രാത്രിയിൽ ഭയങ്കര രസമാണ്. തണുപ്പ് സമയത്താണ് കേട്ടോ. ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ബാൽക്കണി പോയിട്ട് എങ്ങും നിൽക്കാൻ പറ്റില്ല. കാരണം ചൂട് സമയത്തുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്. തറയൊക്കെ നമ്മൾ വെള്ളം പോലും ഭയങ്കര ചൂടാണ്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് വേണം കുളിക്കാൻ. ഇതുവരെ ഇവിടെ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടില്ല, തണുപ്പ് തന്നെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോയമ്പ് സമയം എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണ്. ഭയങ്കര കഷ്ടപ്പെടാൻ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നടന്ന് പോവുക, ബസ്സിന് കയറാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല. നല്ല തണുപ്പ് സമയമാണ്. ഉണ്ടോ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. ടൗൺ ഇപ്പം നേരത്തെ പോലെ അല്ല, ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഇൻ്റർലോക്ക് ആണെങ്കിലും ചേഞ്ച് ചെയ്തു. പിന്നെ അവിടെ ഒരു ഷെഡ് പോലെ ഒത്തിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ടൗണിൽ. കാണാനുള്ള സെറ്റപ്പാണ്, ഫിലിം കാണാനുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തു. തക്കു തലയാണയും കമ്പിളിപ്പൊക്കെ ആയിട്ട് വന്ന് നേരത്തെ സ്ഥലം പിടിച്ചു. ഫിലിം കാണാൻ പോവാ. Bye. Good night.